അപ്പോൾ നമുക്കൊരു ബേണവേ കാർഡ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇന്ന് പ്രൊപ്പോസ് ഡേ ഒക്കെ അല്ലേ, അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആർക്കാണോ കൊടുക്കുന്നത് ആ ഒരു സമയവും സിറ്റുവേഷനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കുക, ആ ഒരു ബോക്സ് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള പേപ്പർ എടുക്കുക. ഒന്നെങ്കിൽ ബുക്കിൻ്റെ പുറന്താളോ കാർഡ് ബോർഡൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതായത് ആ ഒരു ടിഷ്യൂ പേപ്പറിനേക്കാളും കുറച്ചും കൂടെ കട്ടി ഉണ്ടാവണം ആ ഒരു ബോക്സിന്. ആ ടിഷ്യൂ പേപ്പറിന് നമ്മൾ തീ കൊടുക്കുമ്പോൾ ആ ബോക്സിൽ കയറി തീ പിടിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ആദ്യം തന്നെ നിങ്ങൾ കണ്ടു കാണും, നമ്മൾ ആ തീപ്പെട്ടിക്കൊള്ളി ഉരയ്ക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കയറി തീ പിടിക്കുന്നുണ്ട് ടിഷ്യൂ പേപ്പറിൽ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സ്ട്രിപ്പ് ഒട്ടിച്ച് കൊടുക്കില്ലേ, ആ ഒരു ഭാഗം കുറച്ചും കൂടെ വീതി കൂട്ടിയിട്ട് കുറച്ചും കൂടെ താഴ്ത്തി ആ ഒരു സ്ട്രിപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് കയറി അങ്ങനെ തീ പിടിക്കില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതൊന്നും സ്കൂളിലൊന്നും കൊണ്ടുപോകാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. വേറെ ഒന്നുമല്ല, കുറച്ച് അപകടം ആയതുകൊണ്ട് തന്നെ പിന്നെ ടീച്ചേഴ്സൊക്കെ അറിഞ്ഞാൽ നല്ല വഴക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വേണ്ട. നിങ്ങൾ ആർക്കാണ് നിങ്ങൾ കൊടുക്കുന്നവരോട് പ്രത്യേകം പറയാം, ആ വീട്ടിൽ കൊണ്ടുപോയി മുതിർന്നവർ ആരെങ്കിലുമൊക്കെ കൂടുതലുള്ളപ്പോൾ മാത്രം ട്രൈ ചെയ്യാമെന്ന്. ഞാൻ പറയുന്നത് കുട്ടികളുടെ കാര്യമാണ്. പിന്നെ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ആരാണെങ്കിലും ഇത് ശ്രദ്ധിക്കണം. കൈ പൊള്ളിയ നല്ല സുഖമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ചെറിയൊരു തീപ്പെട്ടിക്കൊള്ളി ആണെങ്കിലും പറയാൻ പറ്റില്ല കൈ പൊള്ളുമോ ഇല്ലയോ എന്നൊന്നും. അതാണ്, ശ്രദ്ധിച്ചാൽ മതി, എത്ര ഉള്ളൂ, പേടിപ്പിച്ചൊന്നുമല്ല കേട്ടോ, ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ബോക്സ് സെറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ടൈം കിട്ടുന്നില്ല, ഒട്ടും ടൈം കിട്ടുന്നില്ല. അസൈൻമെൻറ്റും എക്സാമൊക്കെ ആയിട്ട് ഒട്ടും ടൈം കിട്ടുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് നല്ല ആർഭാടമൊന്നും ആക്കിയില്ല ഞാൻ. ഭയങ്കര സിമ്പിളായി. പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിൽ എഴുതിയത് ജസ്റ്റ് ഭയങ്കരമായിട്ട് സിമ്പിളായിട്ടാണ് ചെയ്തത്. നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കണേ കുറച്ചും കൂടിയൊക്കെ നല്ല ക്രിയേറ്റീവായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സ്റ്റിക്കറും പിന്നെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കറൊക്കെ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ പറയണ്ടല്ലോ, ഒരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണം, നമുക്കത് പറ്റുന്നതാണെങ്കിൽ ചെയ്യാവേ. അപ്പോൾ ഓക്കെ, ബൈ.